പല ആളുകളെയും മനസ്സിലാക്കിയിടത്തോളം അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായാൽ, ശാരീരിക പ്രയാസമുണ്ടായാൽ ഓടി ആശുപത്രി പോയില്ല. പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കാൻ അവർ ശ്രമിക്കത്തില്ല. മരുന്ന് കഴിക്കാനും അത്ര തത്രപ്പാട് കൂടത്തില്ല. അവരത് കൊണ്ടു നടക്കും, കുറേ നാൾ ഇങ്ങനെ കൊണ്ടു നടക്കും. സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് പലരും ആശുപത്രി പോകുന്നത്. ചില ആളുകൾ പറയുന്നത് അവർക്ക് സമയം തീരെയില്ല, അർജൻറ്റ് ജോലികൾ തീർക്കണം, പല കാര്യങ്ങളും അവർ വ്യാപൃതരാണ്. എന്നാൽ ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടതുള്ളത്, ആരോഗ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആരോഗ്യമില്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളെയും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇങ്ങനെ കൊണ്ടു നടന്ന് അത് അവർക്കൊരു ശീലമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ നിന്നൊരു മോചനം വേണമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അവരുടെ ക്ഷേമത്തെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ചാലോ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്നൊരു ഉഴപ്പൻ മട്ടില് ഒരു മറുപടിയും തരും. മക്കളോ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ ആരൊക്കെ നിർബന്ധിച്ചാലും പലരും അതിനൊന്നും ആശുപത്രി പോകാൻ കൂട്ടാക്കില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്ന സമയങ്ങളിൽ തൻ്റെ ശുശ്രൂഷയിൽ ചെയ്ത ഒരു അത്ഭുതമാണ് ഈ വാക്യത്തിൻ്റെ പിന്നിലെ പശ്ചാത്തലം. ഇതേക്കുറിച്ച് പറയാമേ ഒരു മിനിറ്റ്. അതിനു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ആളുകളുണ്ടല്ലോ, രോഗം വന്നാൽ അതൊരു ശീലമാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ ആനകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രത്തിൽ സാധാരണ പോലെ ഒരു സന്ദർശനത്തിനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അവിടെയുള്ള ആനകൾക്ക് പ്രത്യേകിച്ച് കൂടുകളൊന്നുമില്ല, അല്ലെങ്കിൽ ആനക്കൊട്ടിലൊന്നുമില്ല. എല്ലാ ആനകളുടെയും പിൻകാലിൽ ഒരു ചങ്ങലയിട്ട് ഒരു ചെറിയ സാധാരണ കുറ്റിയിൽ ബന്ധിച്ചേക്കുക. ഈ ആനകൾക്ക് നിസ്സാരമായി ആ കുറ്റി പറിച്ചിട്ട് വേണമെങ്കിൽ പോകാം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ആനകൾ കുറ്റിയും പറിച്ച് രക്ഷപ്പെടാത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. ആനയെ പരിശീലിപ്പിക്കുന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ സംശയം അദ്ദേഹത്തോട് ഉന്നയിച്ചു. അപ്പോൾ തനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് കാട്ടിൽ നിന്ന് നേരെ പിടിച്ചുകൊണ്ടുവന്ന ആനകളുടെ കേന്ദ്രമല്ല, അത്തരം കേന്ദ്രങ്ങളിലാണ് ആനക്കൂടുകളുള്ളത്. അവിടുത്തെ ആനകളെ ചങ്ങലയിട്ട് മാത്രം നിർത്തണമെങ്കിൽ ദീർഘനാളുകളത്തെ പരിശീലനം അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ആനകൾ കുറ്റി പറിക്കാൻ ശ്രമിക്കാത്തതല്ല, മറിച്ച് ഓരോ പ്രാവശ്യവും കുറ്റി പറിക്കാൻ ശ്രമിക്കുമ്പോൾ കൊടിയ പീഡനം നൽകി അവയിൽ ഭയം ജനിപ്പിക്കും. ഇവിടെ ജനിച്ചു വളരുന്ന ആനകൾ ജനനം മുതൽ തന്നെ വലിയ ആനകളെ പോലും ഇങ്ങനെയുള്ള കുറ്റികളിൽ തളച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് വളരുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടാണ് വളരുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഈ ആനകൾ വിചാരിക്കുന്നത് ഒരു കാരണവശാലും ഈ കുറ്റി പറിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വിദൂര സ്വപ്നചിന്ത പോലും അവയ്ക്കില്ല. ചങ്ങല കിടക്കുമ്പോൾ അതിന് തീറ്റി കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വേറൊന്നിനെ കുറിച്ചും അതിന് ചിന്തിക്കുന്നുമില്ല. അവരുടെ സ്വാഭാവികമായ ജീവിതം ഇങ്ങനെയാണെന്നൊരു ചിന്തയാണ് അവയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഒട്ടും നിവരാൻ കഴിയുന്നില്ല. ദീർഘമായ 18 സംവത്സരങ്ങളായി അവർ ആലയത്തിൽ വരുന്നുണ്ട്. മറ്റുള്ള ആളുകൾ നിവർന്ന് നടക്കുമ്പോൾ ഇവർക്ക് നിവർന്ന് നടക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇവർ കുനിഞ്ഞു നടക്കുന്നത് ഒരു ശീലമായി പോയതുകൊണ്ട് അതിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ചില അംഗപരിമിതരായ ആളുകളെ കണ്ടിട്ടില്ലേ? എല്ലാവിധമായ ബലവും എല്ലാ ശാരീരിക ക്ഷമതയുമുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലോ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ അംഗപരിമിതരാണെന്ന ചിന്ത പോലും അവർക്കില്ല, കാരണം അവർ ശീലിച്ചുപോയി. ഇവിടെ നോക്കൂ, ഈ സാധുവായ സ്ത്രീയും അവർ കൂനിയാണ്, പക്ഷേ എങ്കിലും അവർക്ക് യാതൊരു വിധമായ അതേക്കുറിച്ചുള്ള വേവലാതിയുമില്ല. അവരുടെ കുഴപ്പങ്ങൾ എന്താണെന്ന് അവർക്കറിയുമെങ്കിൽ പോലും അതേക്കുറിച്ച് യാതൊരു വിധമായ ചിന്തയുമില്ലാത്ത നിലയിലാണ് അവർ എല്ലാവരും വരുന്നത് പോലെ ആലയത്തിൽ വരുന്നത്. ആരാധനയ്ക്ക് വരുമ്പോഴും മടങ്ങിപ്പോകുമ്പോഴും ഒക്കെ ഇവർ ഈ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അവർ അത് കാര്യമായി എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം യേശു തമ്പുരാൻ ആ സിനഗോഗിലെത്തുന്നത്. യാഗത്തിനും ഉത്സവത്തിനും ഒക്കെയായിട്ട് യഹൂദന്മാരെത്തുന്നത് യെരുശലേം ദേവാലയത്തിലായിരുന്നു. എന്നാൽ ശനിയാഴ്ചകളിൽ, അവർക്ക് ശബത്ത് ദിവസമാണല്ലോ, ശനിയാഴ്ചയാണ് അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ജോലികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരുന്നിട്ട്
ഇവർ കൂടി വരുന്ന ഈ സിനഗോഗുകളിൽ എത്തുന്നത്. അവിടെ ന്യായപ്രമാണത്തിൻ്റെ ചുരുളുകൾ ആരെങ്കിലും വായിക്കും. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് നിയോഗിക്കപ്പെട്ടവർ. അത് കേട്ടിട്ട് അവർ മടങ്ങിപ്പോകും. ഈ സാധുവായ സ്ത്രീയും ഇങ്ങനെ ദീർഘമായ 18 വർഷങ്ങൾ ഈ സിനഗോഗിൽ വരുന്നുണ്ട്. എന്നാൽ അന്ന് അവർ എത്തിയപ്പോൾ യേശു തമ്പുരാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദീർഘനാളുകളായി ആലയത്തിൽ ആരാധനയ്ക്കായി പോകുന്നുണ്ട്, ദൈവവചന പഠനത്തിനായി പോകുന്നുണ്ട്. അങ്ങനെ മുടങ്ങാതെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ പലവിധമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ചിലർക്ക് ഏതെങ്കിലും മാറാരോഗമാണെങ്കിൽ മറ്റു ചിലർക്ക് മറ്റു പല പ്രശ്നങ്ങളും, ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ, ചിലർക്ക് മക്കളെ കൊണ്ടുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ പല നിലകളിലുള്ള പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആലയത്തിലേക്ക് ഓടിയെത്തുന്നവരോട് ഒരു ആലോചന ഞാൻ പറയുകയാണ്, ഒരു ദൈവാലോചന പറയുകയാണ്. അവരുടെ സകല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തെറ്റിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്തത്. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന് മുകളിൽ, അതായത് 10-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ നമുക്കതിൻ്റെ ശരിയായ രൂപം മനസ്സിലാവും. ആരുടെയും അനുവാദം ചോദിക്കാതെ യേശു ആ സ്ത്രീയെ അടുക്ക വിളിച്ചു. അതിന്റെ ശേഷം അവരോട് പറഞ്ഞത്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വചനം പറയുന്നത് അവർ ക്ഷണത്തിൽ നിവർന്നു എന്നാണ്. അവർ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം, അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അവർ ചോദിക്കാതെ അവർക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്കും ഒരു അത്ഭുതം കാത്തിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക, ആരാധിക്കുക, ആരാധന മുടക്കാതെ ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ദൈവിക വിടുതലുകൾ തക്ക സമയത്ത് നൽകി ഞങ്ങളെ സഹായിക്കുന്ന അങ്ങയുടെ കരം പിന്നെയും ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.